അണ്ണ മൈക്ക് താഴ്ച രാഹുൽ ഇനിയിപ്പോ ഇവിടെ ഉണ്ടാവും പാലക്കാട് ഉണ്ടാവോ പാലക്കാട് ഉണ്ടാവോ പറഞ്ഞു കഴിഞ്ഞു. അല്ല എന്താ ഇല്ല എനിക്ക് പറയാൻ പറഞ്ഞു കഴിഞ്ഞു. അല്ല പാലക്കാട് ഉണ്ടാവും ഇവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോ ഈ കേസ് കോടതിയിലേക്ക് നിൽക്കുകയാണ് മുൻകൂർ ജാമ്യം. ഞാൻ എനിക്ക് പറയാനുള്ള ആകെയുള്ള മറുപടി ഒന്ന് പറയാനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കട്ടെ. സത്യം ജയിക്കുമെന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട്. ഇതിനപ്പുറം ഒരു വാക്ക് എനിക്കിപ്പോൾ പറയാം. കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് വേറെ ഒന്നും പറയാനില്ല എന്നാണ്. ഈ രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുലിന് ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സ്വാഭാവികമായിട്ട് ഈ പാർട്ടിയിൽ നിന്ന് നടപടി എങ്ങനെയാണ് കാണുന്നത്? പാർട്ടി നടപടി പ്രതീക്ഷിച്ചിരുന്നോ? ഞങ്ങളെ പാർട്ടി പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ നടപടി പ്രതീക്ഷിച്ചു. മുൻകൂർ ജാമ്യം തള്ളിയതിന് തൊട്ട് പിന്നാലെ ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെയാണ് പാർട്ടി പുറത്താക്കിയത്. അപ്പൊ അങ്ങനെ ഒരു നടപടി പ്രതീക്ഷിച്ചിരുന്നോ? MLA ഓഫീസിന് സമീപത്തെ ഒരു വീട്ടിലാണ്. അവിടെ ഞാൻ നമസ്കാരം. ഞാൻ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സുരേഷ് വോട്ട് ചെയ്ത് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. രാജേഷ് രാജേഷിനെ കിട്ടും. നമ്മളിവിടെ മറ്റേ സുരേഷ് തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷ പോരാട്ടം നടത്തുന്ന ഒരു പള്ളിയാണ്. ഓഫീസിലേക്ക് പോവാം. ഇന്നിവിടെ ഉണ്ട്, പാലക്കാടുണ്ട്. രാഹുലേ, ഈ തെരഞ്ഞെടുപ്പിലെ നമസ്കാരം. പാർട്ടി നടപടി അതോ പാർട്ടി എന്നൊരു പ്രതീക്ഷ. ഞാൻ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സുരേഷ് വോട്ട് ചെയ്ത് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. രാജേഷ് രാജേഷിനെ കിട്ടും. നമ്മളിവിടെ മറ്റേ സുരേഷ് തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷ പാലക്കാട് വലിയ പോരാട്ടം നടത്തുന്ന ഒരു പള്ളിയാണ്. ഓഫീസിലേക്ക് പോവാം. ഇന്നിവിടെ ഉണ്ട്, പാലക്കാടുണ്ട്. രാഹുലേ, ഈ തെരഞ്ഞെടുപ്പിലെ മൈക്ക് താഴെ മൈക്ക് താഴേക്ക് ആണ് സംസാരിക്കുകയാണ്. റിപ്പോർട്ടറിന്റെ മൈക്ക് ആരോ കുറച്ച് ബാക്ക് ഇറങ്ങിയാൽ മതിയല്ലോ. രമേശ് കുറച്ച് ബാക്ക് ഇറങ്ങണം. ഞാൻ ഇറങ്ങാം. അത് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് വന്നു.
ഇല്ലില്ല അത് പുതിയതാ. Did you expect such a strong reaction?